नया हिंदुस्तान है, कॉन्स्टिट्यूशन को खत्म करने का हिंदुस्तान है, अंबेडकर जी के कॉन्स्टिट्यूशन को खत्म करने का हिंदुस्तान है। अगर हम लड़ते रहेंगे। രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് ഇന്ന് സ്വന്തം വാഹനത്തിന്റെ മുകളിൽ കയറി നിന്ന് ഭരണഘടന ഉയർത്തിപ്പിടിച്ചൊരു പ്രസംഗം നടത്തേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് വിവാദമായ ഉത്തർപ്രദേശിലെ സംബൽ സന്ദർശിക്കാനായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രതിനിധി സംഘവും പുറപ്പെട്ട ദിവസമായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് സംഘത്തെയും തടയാൻ വലിയ സന്നാഹങ്ങളുമായി ഉത്തർപ്രദേശ് പോലീസ് ഉത്തർപ്രദേശിന്റെ ഗാസിപൂർ അതിർത്തിയിൽ തമ്പടിച്ചതോടെ വലിയ സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. രാഹുൽ ഗാന്ധി പോലീസിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ച് പോലീസിനൊപ്പം സംബൽ സന്ദർശിക്കാൻ തയ്യാറാണ് എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് സംഘത്തെയും അങ്ങോട്ട് കടത്തിവിടാൻ ഉത്തർപ്രദേശ് പോലീസ് തയ്യാറായില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി തൻ്റെ യാത്ര അങ്ങനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. പോലീസ് തടയുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ സ്വന്തം വാഹനത്തിന്റെ മുകളിൽ കയറി ഭരണഘടന ഉയർത്തിപ്പിടിച്ച രാഹുൽ ഗാന്ധി ഒരു ഉശിരൻ പ്രസംഗം തന്നെ കാഴ്ചവെക്കുന്നിരുന്നു. നമുക്ക് ആ പ്രസംഗത്തിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. संभल जाने की कोशिश कर रहे हैं, पुलिस मना कर रही है, अलाउ नहीं कर रही है. एज एलओपी मेरा अधिकार बनता है कि मैं जा सकता हूं, मगर तब भी वो मुझे रोक रहे हैं. मैंने कहा है कि मैं अकेला जाने को तैयार हूं, पुलिस के साथ जाने को तैयार हूं, मगर उन्होंने वो भी बात एक्सेप्ट नहीं की और अब कह रहे हैं कि कुछ दिनों में अगर हम वापस आएंगे तो फिर वो हमें जाने देंगे. ये एक्चुअली जो एलओपी के अधिकार हैं उसके खिलाफ है. मुझे अलाउ करना चाहिए. यूएस कॉन्स्टिट्यूशन है ना, ये कॉन्स्टिट्यूशन के खिलाफ है. हम सिर्फ संभल जाना चाहते हैं, देखना चाहते हैं वहाँ क्या हुआ, लोगों से मिलना चाहते हैं, मगर हमारा जो कॉन्स्टिट्यूशनल अधिकार है, मेरा जो कॉन्स्टिट्यूशनल अधिकार है उसको मुझे दिया नहीं जा रहा है. तो यही है, नया हिंदुस्तान है, कॉन्स्टिट्यूशन को खत्म करने का हिंदुस्तान है, अंबेडकर जी के कॉन्स्टिट्यूशन को खत्म करने का हिंदुस्तान है. अगर हम लड़ते रहेंगे. धन्यवाद. രാഹുൽ ഗാന്ധി പറയുന്നത് ഭരണഘടന തന്നെ വെല്ലുവിളിക്കപ്പെടുകയാണ്, ഈ രാജ്യത്ത് ആക്രമിക്കപ്പെടുകയാണ് എന്ന് ആവർത്തിച്ചുന്നയിക്കുകയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന്റെ വാദത്തിൽ കഴമ്പുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പോലും സംബലിലേക്ക് കടത്തിവിടില്ല എന്ന BJP സർക്കാരിന്റെ വാശി അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി സംഘവും സംബൽ സന്ദർശിക്കാൻ പുറപ്പെട്ടിരിക്കുകയും ജില്ലാ അതിർത്തിയിൽ വെച്ച് തടയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സമാജ്വാദി പാർട്ടിയുടെ സംഘത്തെയും സമാനമായ രീതിയിൽ പോലീസ് സംബൽ സന്ദർശിക്കുന്നതിൽ നിന്നും തടഞ്ഞിരുന്നു. നമുക്കറിയാവുന്ന പോലെ രാജ്യത്തെ പള്ളികൾ പിടിച്ചെടുക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഉത്തർപ്രദേശിലെ സംബലിലെ ഷാഹി ജാമാ മസ്ജിദ്. ആ ഷാഹി ജാമാ മസ്ജിദുമായി ബന്ധപ്പെട്ട സർവേയുമായി ബന്ധപ്പെട്ട് അവിടെ ഉയർന്ന പ്രതിഷേധത്തിൽ പോലീസ് വെടിവയ്പിൽ 5 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇത്രയും ദിവസം ഈ വിഷയത്തിൽ കുറ്റകരമായൊരു മൗനം തന്നെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും പുലർത്തിയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ലോക്സഭയിലടക്കം ഈ വിഷയത്തിൽ ഒരു നോട്ടീസ് നൽകാൻ പോലും കോൺഗ്രസിന്റെ ഒരു MP ഇതുവരെ തയ്യാറായിരുന്നില്ല. അത് വലിയ തോതിൽ മുസ്ലിം ലീഗിന്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടാക്കിയതോടെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന കോൺഗ്രസ് സംഘം ഇന്ന് സംബൽ സന്ദർശിക്കാൻ തീരുമാനിക്കുന്നത്. എന്നാൽ സംബൽ സന്ദർശിക്കാൻ പുറപ്പെട്ട രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും തടയുവാനായി ബാരിക്കേഡുകൾ സഹിതം ഹൈവേയിൽ നിരത്തിയായിരുന്നു ഉത്തർപ്രദേശ് പോലീസ് കാത്തുനിന്നത്. ഉത്തർപ്രദേശ് പോലീസിന്റെ ഈ നടപടി കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിൽ സംഘർഷത്തിനും കാരണമായി. എന്നാൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം മണിക്കൂറുകൾ നീണ്ട കിലോമീറ്ററുകൾ നീണ്ട ഒരു വാഹന ഗതാഗത കുരുക്കിനു കൂടി ഉത്തർപ്രദേശ് പോലീസിന്റെ ഈ നടപടി കാരണമായി എന്നത് തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് ആ ട്രാഫിക് ബ്ലോക്കാണ്. മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക്
തുടരാതിരിക്കാൻ വേണ്ടി കൂടിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ സന്ദർശനം പാതി വഴിക്ക് ഉപേക്ഷിച്ച് തിരികെ മടങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും സമ്പൽ വിഷയം ഏറ്റെടുക്കുമ്പോൾ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഉത്തർപ്രദേശിലെ സമ്പൽ ജില്ലയിലുള്ള സമ്പൽ ഷാഹി ജാമാ മസ്ജിദിലേക്ക് തിരിയുകയാണ്. നമുക്കറിയാവുന്ന പോലെ ഇക്കഴിഞ്ഞ നവംബർ 19 8ഓളം ഹർജികൾ പരിഗണിച്ച ഒരു പ്രാദേശിക സിവിൽ കോടതി സമ്പലിലെ ഷാഹി ജാമാ മസ്ജിദിൽ ഒരു സർവേ നടത്താനുള്ള അനുമതി നൽകുന്നത്. 8ഓളം ഹർജികളിൽ പറഞ്ഞിരുന്ന പ്രധാന കാര്യമെന്ന് പറയുന്നത് ബാബറിന്റെ കാലത്ത് നിർമ്മിച്ച ഈ പള്ളി അത് അവിടുത്തെ ഒരു ഹരിഹർ ക്ഷേത്രം, കൽക്കി എന്ന അവതാരത്തിനായി സമർപ്പിക്കപ്പെട്ട ഹരിഹർ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് ഈ ഷാഹി ജാമാ മസ്ജിദ് പണിതത് എന്നതായിരുന്നു. കോടതിയുടെ ഒരു അസാധാരണമായ നടപടിയിലൂടെയായിരുന്നു ഇവിടെ സർവേക്ക് അനുമതി നൽകുന്നത്. കാരണം രണ്ടാണ്. ഒന്ന്, പള്ളി കമ്മിറ്റിയോട് ഒരു വാക്ക് ചോദിക്കുകയോ പള്ളി കമ്മിറ്റിയുടെ വാദം കേൾക്കുകയോ ചെയ്യാതെയാണ് സർവേക്ക് അനുമതി നൽകിയത് എന്നത് ഈ നടപടിയെ അസാധാരണമാക്കുന്നുണ്ട്. അതോടൊപ്പം 1991 പാസാക്കിയ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പ്രകാരം ഇന്ത്യയിലെ എല്ലാ ആരാധനാലയങ്ങളും ബാബറി മസ്ജിദ് ഒഴികെ 1947 ഓഗസ്റ്റ് 15 എങ്ങനെ നിലനിന്നോ അങ്ങനെ തന്നെ നിലനിർത്തണം സ്റ്റാറ്റസ് കോ എന്നാണ് നിയമം. ആ നിയമത്തെ പോലും മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഷാഹി ജാമാ മസ്ജിദിൽ ഒരു പ്രാദേശിക കോടതി സർവേക്ക് അനുമതി കൊടുക്കുന്നത്. ഇതിലും അസാധാരണമായ നടപടി എന്തെന്നാൽ അനുമതി നൽകി മണിക്കൂറുകൾക്കകം കോടതിയിൽ നിയോഗിച്ച സംഘം പ്രാഥമിക സർവേ നടത്തി കഴിഞ്ഞിരുന്നു എന്നതാണ്. ഇത് വലിയ തോതിൽ സംഘർഷത്തിനും വലിയ തോതിൽ അപ്പോൾ തന്നെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അത് കഴിഞ്ഞ ഞായറാഴ്ച നവംബർ 26 അവിടേക്കെത്തിയ രണ്ടാം സർവേക്കെത്തിയ സംഘത്തെ പ്രദേശവാസികൾ സംഘടിച്ച് തടയുകയും പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ 5ഓളം പേർക്കാണ് അവിടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും സമ്പലിലേക്ക് എല്ലാ കണ്ണുകളും തിരിയുമ്പോൾ എന്തുകൊണ്ട് BJP സമ്പൽ എന്ന വിഷയം കത്തിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നതിനുള്ള ഉത്തരം BJPയുടെ എക്കാലത്തെയും വലിയ പേടി സ്വപ്നമായ ഉത്തർപ്രദേശിന്റെ പ്രതിപക്ഷത്തിന്റെ നേതാവ് അഖിലേഷ് യാദവ് നൽകിയിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ അഖിലേഷ് യാദവ് പറഞ്ഞത് ഉത്തർപ്രദേശിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട ക്രമക്കേടിന്റെ വാർത്തകൾ മുക്കാനും അതിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാനുമാണ് BJP സമ്പലിലെ ഒരു അക്രമത്തിന് അല്ലെങ്കിൽ ഒരു കലാപത്തിനായുള്ള ആസൂത്രണം നടത്തുന്നത് എന്നാണ്. സമ്പലിൽ നടന്നത് ഒരു ആസൂത്രിത കലാപ ശ്രമമായിരുന്നു എന്ന് അഖിലേഷ് യാദവ് ആവർത്തിച്ചുന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ കോൺഗ്രസ് ഇതുവരെ സ്വീകരിച്ച നിലപാടിൽ നിന്നും വിഭിന്നമായൊരു നിലപാടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും മറ്റും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അവർ സമ്പൽ സന്ദർശിക്കാൻ തന്നെ തയ്യാറായിരിക്കുന്നു. ഇത് സമ്പലിനെ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും സമ്പൽ വിഷയത്തിലെ നിശബ്ദത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ സമ്പൽ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തയ്യാറായത്. എന്നാൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു സംഘർഷ സ്ഥലം, അതും 5ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു സംഘർഷ സ്ഥലം സന്ദർശിക്കാൻ തയ്യാറാകുമ്പോൾ അത് അനുവദിക്കില്ല എന്ന നിർബന്ധ ബുദ്ധി ഒരു സർക്കാരിനുണ്ടെങ്കിൽ അത് ഏകാധിപത്യം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഉത്തർപ്രദേശിലെ ഷാഹി ജാമാ മസ്ജിദും സമ്പൽ എന്ന ജില്ലയും ഇപ്പോൾ രാജ്യത്തിന്റെ തന്നെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ പള്ളികൾ പിടിച്ചെടുക്കുവാനുള്ള സംഘപരിവാർ ശ്രമത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് സമ്പൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അറിയിച്ചിരിക്കുന്നത് തങ്ങൾ ഇനിയും ഈ സമ്പൽ സന്ദർശിക്കാനുള്ള ശ്രമങ്ങൾ തുടരും എന്ന് തന്നെയാണ്. അതായത് ഇനി വരുന്ന പാർലമെന്റിന്റെ ദിവസങ്ങളിൽ സമ്പൽ പ്രധാന ചർച്ചാ വിഷയമാകും എന്ന കാര്യം ഉറപ്പാണ്.